നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളോട് നമ്മുടെ ബന്ധങ്ങൾ ഏത് രൂപത്തിലായിരിക്കണം? ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. നമ്മുടെ കുടുംബത്തിൽ ബാപ്പുണ്ടാവും, ഉമ്മ ഉണ്ടാവും, മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, സഹോദരൻ ഉണ്ടാവും, സഹോദരി ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിലെ ഇതര അംഗങ്ങളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം? അങ്ങനെ കണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പെണ്ണ് വന്ന് ചോദിക്കണേ, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത കുടുംബങ്ങളുമായി അവരോടുള്ള എന്റെ സമീപനം എങ്ങനെയാവണം? അവരോട് എന്ത് നിലപാടാണ് പ്രവാചകരെ ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്ത മറുപടി എന്താ? നിങ്ങള് അൽഹമു മൗത്തുൻ. എന്റെ ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർ പറഞ്ഞാലേ എന്നെ സംബന്ധിച്ച് മരണം പോലെയാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ സൂക്ഷ്മതയോടുകൂടിയാവണം അവരോടുള്ള നിന്റെ ബന്ധങ്ങളെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ പെൺകുട്ടിയോട് പഠിപ്പിക്കുമ്പോഴേ അതിനർത്ഥം ഇസ്ലാം എന്നത് വർത്തമാന കാലഘട്ടത്തിന്റെ സൗഹാർദ്ദ ജീവിതത്തിന് യോജിക്കാത്ത ഒരു കാടൻ മതമാണ് എന്നല്ല. മനുഷ്യന്റെ മനസ്സും അവന്റെ ചിന്തകളും അവന്റെ വികാര വിചാരങ്ങളും മുഴുവനായിട്ടും അറിയുന്ന പടച്ച റബ്ബാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ആവിഷ്കരിച്ചത് എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം അത്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നതേ നമ്മുടെ അങ്ങാടിയിലെ പോക്കിരിയായ മനുഷ്യൻ കയറി വന്നിട്ടല്ല. എന്റെ അങ്ങാടിയിലെ കഞ്ചാവ് വലിക്കുന്ന, കള്ളുകുടിക്കുന്ന, തെമ്മാടിയായ ഒരു മനുഷ്യനെ എന്റെ വീട്ടിലേക്ക് കയറി വന്ന് ഒരു വേണ്ടാത്രം ചെയ്യാൻ പറ്റൂല. അയാൾ റോട്ടിൽ കൂടെ വരുമ്പം തന്നെ എന്റെ അയൽവാസികളൊക്കെ നോക്കും, എങ്ങോട്ടാ അയാൾ വരുന്നേ. പിന്നെ അയാൾ തിരിഞ്ഞ് എന്റെ വീട്ടുമുറ്റത്തേക്ക് കയറുമ്പോ എന്റെ അയൽപ്പക്കത്തുള്ള സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് അവരെ ഭർത്താക്കന്മാരെ നോക്കി അയാള് മൗലവി അവിടെ ഇല്ലല്ലോ, മൗലവിന്റെ ഭാര്യയും മകളും മാത്രമേ ഉള്ളൂ, എന്തിനാ അയാൾ അവിടെ പോയി നിൽക്കണേ? എന്റെ അയൽപക്കത്തെ 4-5 വീട്ടിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരും. അനക്കെന്താ അവിടെ, എന്താ പണി, പോടാ അവിടുന്ന്. ചിലപ്പോ 2 എണ്ണം പൊട്ടിച്ച് ചിലപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവനെ ആട്ടിവിടും. അവൻ ഒരിക്കലും എന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല. പക്ഷേ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് നട്ടപ്പാതിരക്ക് എന്റെ വീട്ടുമുറ്റത്ത് വന്ന് കാറ് നിർത്തുമ്പോ എന്റെ അയൽവാസി ജനല് തുറന്ന് നോക്കുക, ആരാപ്പ മൗലവിന്റെ വീട്ടിൽ ഈ പാതിരാത്രിക്ക്? അപ്പൊ കണ്ടത് എന്റെ കുടുംബത്തിലെ അടുത്ത ഒരാളെയാ. മൂപ്പരാലെ എന്തേലും ആവശ്യത്തിന് വന്നതേക്കാരം. അയാള് ജനലടച്ച് അയാള് കടന്ന് ആ വീട്ടിലേക്ക് കയറുന്ന എന്റെ ബന്ധുവിന്റെ മനസ്സിൽ വൃത്തികെട്ട ചിന്തകളും വൃത്തികെട്ട പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ എന്റെ വീടിന്റെ ആ മനോഹാരിതയെ, എന്റെ വീടിന്റെ ചാരിത്രത്തെ, സൗന്ദര്യത്തെ നശിപ്പിക്കാൻ അയാൾക്ക് അയൽവാസികൾ പ്രശ്നമല്ല, അയാൾക്ക് പോലീസ് പ്രശ്നമല്ല, അയാൾക്ക് ആരും പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും കൃത്യമായ കണക്ക് പ്രകാരം നമ്മുടെ നാട്ടില് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട കേസുകളിൽ 60% കേസിലെയും പ്രതികൾ അടുത്ത കുടുംബങ്ങളോ വീട്ടിലുള്ള അംഗങ്ങളോ ആണ് എന്നത് നമ്മുടെ നാട്ടിലെ പോലീസിന്റെ പച്ചയായ റിപ്പോർട്ടാണ്. 60% കേസ്. ഈ പോലീസിൽ വീട്ടിൽ പ്രശ്നമുണ്ടായ കേസുണ്ടല്ലോ, അതും കുടുംബക്കാരെ കൊണ്ട് പ്രശ്നമുള്ള കേസാണെങ്കിലേ 90% കേസും കുടുംബത്തിൽ പറഞ്ഞു ഒതുക്കല. അത് പുറത്തേക്ക് അറിഞ്ഞാൽ മോശമല്ലേ, അത് ഇനി അങ്ങോട്ട് വരണ്ട, ഓൾ അങ്ങോട്ടും പോണ്ട എന്ന് പറഞ്ഞാൽ ഒതുക്കല. ഒരു 10% മാത്രമാണ് ഒതുക്കാൻ കഴിയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക. ആ 10% തന്നെ 60% മേലെയാണ് മൊത്തം പീഡന കേസുകളിൽ. 60% മേലെ സ്വന്തം വീട്ടിലോ സ്വന്തം കുടുംബത്തിലോ ഉള്ളവരാൽ പീഡിപ്പിക്കപ്പെട്ട കേസുകളാണ് എന്ന് നമ്മുടെ പോലീസിന്റെ ശരിക്കുള്ള കണക്കാ. എന്തേ റസൂല് പറഞ്ഞേ, എന്റെ ഇസ്ലാം മതം പറഞ്ഞ് അത് പാലിക്കാൻ തയ്യാറാവാതെ ആധുനികതയുടെ പിന്നാലെ നമ്മൾ ഒഴുകാൻ ശ്രമിച്ചപ്പോ നമ്മുടെ കുടുംബത്തിലും വീട്ടിലുമുണ്ടായ പുഴുക്കുത്തുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ നിരാശയുടെയും പകയുടെയും ലോകത്തേക്ക് നമ്മളൊക്കെ മാറുകയും ജീവിതാവസാനം വരെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ കഴിയാതെ അകന്ന് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ദുരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ അള്ളാഹുവിന്റെ നിയമങ്ങളെ ജീവിതത്തിൽ പുലർത്തിക്കൊള്ളുക. ഒന്ന് നമ്മുടെ വീട്ടിലെ അംഗങ്ങളോടുള്ള നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോ ഒന്നാമതായി പറയേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് തന്നെയാണ്. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. നിന്റെ റബ്ബ് നിന്നോട് വിധിച്ചിരിക്കുന്നു. മാറ്റമില്ലാത്ത വിധിയാണത്, തിരുത്താൻ പറ്റാത്ത വിധിയാണത്. എന്താണത്? ആ റബ്ബിനെയല്ലാതെ നീ ആരാധിക്കരുത്. നിന്റെ മാതാപിതാക്കളോട് നീ നല്ല നിലക്ക് വർത്തിക്കുകയും വേണം. രണ്ടും ഒപ്പ പറഞ്ഞേ.
അള്ളാഹുവിനെ ആരാധിക്കുക എന്നതിന് എന്തുമാത്രം മഹത്വമുണ്ടോ പ്രാധാന്യമുണ്ടോ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നതിനെ അള്ളാഹു തആല ചേർത്ത് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവരെ, നോമ്പ് നോൽക്കുന്നവരെ, സക്കാത്ത് കൊടുക്കുന്നവരെ, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ തിരക്കുകളും നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും ബാധ്യതകളും നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ നമുക്ക് തടസ്സമാകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ പാഴായി പോകുമെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. നോക്ക്, അല്ലാഹു സുബ്ഹാനഹു തആല വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന വവസ്വൈന, മനുഷ്യനോട് നാം വസിയത്ത് ചെയ്തിരിക്കുന്നു. എന്താ വസിയത്ത് പറഞ്ഞാൽ? വസിയത്ത് എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റാത്ത കൽപ്പനകളാ. വസിയത്ത് ചെയ്തിരിക്കുന്നു ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ. അല്ലേ? നോക്ക്, അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. ശ്രദ്ധിച്ചു കേൾക്കണം, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്ത് സ്വർഗ്ഗം കിട്ടുവാൻ വേണ്ടി പണിയെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ശ്രദ്ധിച്ചു കേൾക്കണം. അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഈ ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം ഏതാണ്? ഒന്ന്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ. ഈ ലോകത്തിന്റെ മേലെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. മറ്റൊരു ഹദീസിൽ അസ്സലാത്തു ഫീ അവ്വലി വഖ്തിഹാ, സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കലാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം. ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു, സുമ്മ അയ്യ്, പിന്നെ ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, ബിർറുൽ വാലിദൈൻ. ബിർറുൽ വാലിദൈൻ. നോക്ക്, നിങ്ങൾ സക്കാത്തിനേക്കാളേറെ, ഹജ്ജിനേക്കാളേറെ, നോമ്പിനേക്കാളേറെ, മറ്റെന്തിനേക്കാളേറെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ കർമ്മം ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. ചോദ്യകർത്താവ് ചോദ്യം ആവർത്തിച്ചു, സുമ്മ അയ്യ്, അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് നബിയെ? പ്രവാചകന്റെ മറുപടി, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്. എന്റെ മനസ്സിലായി നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന ഏറ്റവും ഏറ്റവും പ്രതിഫലാർഹമായ ഷഹാദത്താവാനും രക്തസാക്ഷിയാവാനും ഷഹീദാകുവാനും നാളെ വിചാരണ കൂടാതെ സ്വർഗത്തിലെത്തുവാനും ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്ന ആ രക്തസാക്ഷിത്വം പോലും മാതാപിതാക്കളെ പരിചരിക്കുക എന്നതിന്റെ താഴെയാണ്. മനസ്സിലാക്കണം നമ്മളൊക്കെ അതിന്റെ ഗൗരവം. ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉബായിഉക അലൽ ഹിജ്റതി വൽ ജിഹാദ് വബ്തഗി അൽ അജ്റ മിനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഈ മക്ക വിട്ട് വേറെ ഒരു നാട്ടിലേക്ക് ഹിജ്റ പോകാനും ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുവാനും റസൂലേ ഞാൻ റെഡിയാണ്. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ യുദ്ധത്തിന് വരണോ? ഞാൻ ഹിജ്റ പോകണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും റസൂലേ. റസൂൽ ചോദിച്ചു, എന്തിനാ പറ്റി ഒരുങ്ങിയത്? എന്തിനാണ് ഇപ്പൊ ജിഹാദും ഹിജ്റക്കും വേണ്ടി നീ എന്തിനാ ഒരുങ്ങിയത്? അപ്പൊ അയാൾ പറഞ്ഞേ, വബ്തഗിൽ അജ്റ മിനല്ലാഹ്, എനിക്ക് അള്ളാന്റെ കൂലി കിട്ടണം. അള്ളാന്റെ മാർഗത്തിൽ ഹിജ്റ പോയി മുഹാജിറാവണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് എനിക്ക് ഷഹീദാവണം. അള്ളാഹുവിന്റെ കൂലി കിട്ടണം. അപ്പൊ പ്രവാചകൻ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യ്, അല്ല എന്റെ വാപ്പിമ്മി ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഖാല, അയാൾ പറഞ്ഞു, നഅം ബൽ കിലാഹുമാ, എനിക്ക് വാപ്പിമ്മിയും ജീവിച്ചിരിപ്പുണ്ട്. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറയാണ്, ഫതബ്തഗി അൽ അജ്റ മിനല്ലാഹ്, അള്ളാന്റെ പക്കൽ നിന്നുള്ള കൂലിയാണോ നീ ഉദ്ദേശിക്കുന്നത്? ഖാല നഅം, അതെ നബിയെ, വേറെ ഒരു ഉദ്ദേശമല്ല, അള്ളാന്റെ കൂലിക്ക് വേണ്ടിയാണ്, രക്തസാക്ഷിയാവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പ്രവാചകൻ പറഞ്ഞു, ഫർജിഅ ഇലാ വാലിദൈക, ഫർജിഅ ഇലാ വാലിദൈക, നീ എന്തിനാ നമ്മളൊക്കെ ബാപ്പാനും ഇമ്മാനും ഒഴിവാക്കി
ബാപ്പി ഇമ്മയും പെരയിൽ ഒറ്റയ്ക്ക് കൊക്കിക്കുരച്ച് മരുന്നും മുക്കടിയില്ലാതെ കഷ്ടപ്പെട്ടിരിക്കുക. നമ്മൾ അപ്പുറത്താ താമസം. എന്തേ? കുട്ടികൾക്ക് സ്കൂൾ പോകാൻ എളുപ്പാ, ഞാൻ താമസം ഇങ്ങോട്ട് മാറ്റി. അപ്പൊ ബാപ്പിയമ്മി അവിടെ ഉണ്ട്, ഞാൻ ഇടക്കിടക്ക് പോകലുണ്ട്. എന്താണ് മാറ്റിയത്? ഓഫീസിക്ക് പോകാൻ എളുപ്പാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി. കൂട്ടരെ, അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവാൻ വന്ന ആ മനുഷ്യനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞത് പോടാ, നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ചെല്ല്, ഫഅഹ്സിൻ സുഹ്ബതഹുമാ, അവരോട് നല്ല നിലക്ക് പെരുമാറ്, അവിടെയാണ് നിന്റെ സ്വർഗം, അതാണ് നിന്റെ സ്വർഗം. നമുക്ക് മനസ്സിലായോ? നമുക്ക് പറ്റിയ വലിയൊരു അപരാധാണത്. നമ്മുടെ മാതാപിതാക്കള് അവർ ഒരുപക്ഷെ പരാതിയില്ലാത്തവരാണ്, അവർ സങ്കടം പറയാത്തവരാണ്, അവർ സഹിക്കുന്നവരാണ്. നമ്മൾ വരാതിരിക്കുമ്പോഴും നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നവരാണ്. അല്ലേ? ഫോൺ നന്നാക്കാൻ വേണ്ടി ഫോൺ കടയിൽ കൊണ്ടുവന്നിട്ട് ഫോൺ കടയിലെ പയ്യനോട് വയസ്സായ അമ്മ പറയണേ, നോക്കിയാ ഈ ഫോണിന് എന്തോ കേടുണ്ടല്ലോ, എന്തേ ഇതിക്ക് കോളൊന്നും വരുന്നില്ലല്ലോ. അപ്പം ഫോൺ കടയിലത്തെ ആള് വിളിച്ചു നോക്കുമ്പോ കോള് വരുന്നുണ്ട്. അപ്പൊ ആകപ്പാടെ ഉമ്മാന്റെ നമ്പർ മക്കളെ കയ്യിലുള്ള ഒരു മകനും വിളിക്കലില്ല, അതുകൊണ്ട് ഉമ്മാന്റെ ഫോണിക്ക് കോള് വരുന്നില്ല. അപ്പോഴും ആ നല്ല മനസ്സിന്റെ ഉടമയായ ഉമ്മ വിചാരിക്കുന്നത് എന്റെ കുട്ടി വിളിക്കാഞ്ഞിട്ടാണ് നല്ല, ഫോണിന് കേടുള്ളതുകൊണ്ട് കാരണം എന്റെ കുട്ടിന്റെ ഒച്ച കേൾക്കാത്തത് എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് നമുക്ക് വേണ്ടി സമർപ്പിതമായ നമ്മുടെ മാതാപിതാക്കളെ അവഗണിച്ചിട്ട് ഈ ലോകത്തോ നാളെ പരലോകത്തോ യാതൊന്നും കിട്ടാല്ല. കേട്ടോളി, അള്ളാന്റെ ഹബീബ് പറയാണ് റഗിമ അംഫുൻ. റഗിമ അംഫുൻ എന്നത് അറബിയിലെ ഒരു ശാപത്തിന്റെ വാക്കാ. തകർന്നു പോകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. റഗിമ അംഫുൻ, അംഫു പറഞ്ഞ മൂക്കുന്ന. റഗിമ അംഫുൻ, ഒരു മനുഷ്യൻ മൂക്ക് കുത്തി തകർന്നു പോകട്ടെ എന്നാ. റഗിമ അംഫുൻ സുമ്മ റഗിമ അംഫുൻ. റസൂൽ ഇങ്ങനെ ഒറ്റക്കിരുന്ന് കണ്ട് പറയണേ, ഒരാൾ നശിച്ചു പോട്ടെ, ഒരുത്തൻ നശിച്ചു പോട്ടെ, ഒരാൾ നശിച്ചു പോട്ടെ എന്നിങ്ങനെ ഗൗരവത്തോടുകൂടി പറഞ്ഞപ്പോ അത് കേട്ടിരിക്കുന്ന സഹാബത്തിന്റെ മനസ്സിൽ പേടി. അവർ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബേ ആരെപ്പറ്റി ഞങ്ങൾ ഈ പറഞ്ഞ്? ആരാണ് ഈ നശിക്കാൻ വേണ്ടി 3 വട്ടം നിങ്ങൾ പ്രാർത്ഥിച്ചത്? ആരെപ്പറ്റിയാണ് നബിയെ? ഹബീബിന്റെ മറുപടി കേൾക്കണം. മൻ അദ്റക അബവൈഹി ഇൻദൽ കിബരി അഹദഹുമാ ഔ കിലാഹുമാ ഫലം യദ്ഖുലിൽ ജന്ന. വയസ്സായ ഒരു ബാപ്പാനെയോ ഒരു ഉമ്മാനെയോ രണ്ടാളെയുമോ നോക്കാൻ അല്ലാഹു അവസരം കൊടുത്തിട്ട് ഓരെ നോക്കി സ്വർഗത്തിൽ പോകാൻ ശ്രമിക്കാത്ത ഒരു മനുഷ്യൻ ഓൻ നശിച്ചു പോട്ടെ. ലോകകപ്പ് ഫുട്ബോൾ നടക്കുക ഇവിടെ ഒമാനിലെ. അതിന്റെ ടിക്കറ്റ് കയ്യിൽ കിട്ടി. ആ ടിക്കറ്റ് കയ്യിൽ കിട്ടി നമ്മൾ കളിക്ക് പോകാതെ അപ്പുറത്ത് കട്ടൻ ചായയും കുടിച്ച് കുത്തിരുന്നാലേ ഒരു കളി അറിയുന്ന ഒരാള് നമ്മളെ തച്ചുകൊല്ലൂലേ? ലോകകപ്പിന്റെ ടിക്കറ്റ് കിട്ടിയിട്ട് കളി കാണാൻ പോകാതെ ചായയും കുടിച്ചിരിക്കണ പടുവിഡ്ഢി അല്ലേ? സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു നമുക്ക് തന്ന ടിക്കറ്റാണത്. ബദറിലും ഉഹദിലും ഖന്തക്കിലും ഖൈബറിലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പൊരുതുന്നതിനേക്കാൾ കൂലിയുണ്ട്. വയസ്സായ നമ്മുടെ ബാപ്പാനെ ഉമ്മാനെ ചേർത്ത് പിടിച്ച് അവരുടെ കവിളത്തുമ്മ വെച്ച് നരമ്പ് പടക്കുന്ന അവരുടെ കൈകൾ തടവിക്കൊടുത്താൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവനേക്കാൾ കൂലുണ്ട് എന്ന് പറഞ്ഞിട്ടേ ഒരു വാപ്പാനിമ്മാനിയും നമ്മളെ മുമ്പക്ക് തന്നിട്ട് ദാ ഈ വാപ്പാനിമ്മാനി ഉപയോഗിച്ച് ഇജ്ജ് സ്വർഗത്തേക്ക് പോയിക്കോ എന്ന് പടച്ചോൻ പറഞ്ഞിട്ടേ ആ അവസരം ഉപയോഗപ്പെടുത്താത്ത പടുവിഡ്ഢി റഹിമ അംഫുൻ, അവൻ നശിച്ചു പോട്ടെ എന്നാ പറഞ്ഞേ. പേടിക്കണം നമ്മള്. അള്ളാന്റെ ഹബീബാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാന്റെ ഹബീബാണ് പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിലെ ചില്ലറ ലാഭങ്ങൾക്ക് വേണ്ടി, ചില്ലറ നേട്ടങ്ങൾക്ക് വേണ്ടി, ചില്ലറ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ സുഹൃത്തുക്കളെ, ബാപ്പിമ്മിയും പാർക്കണ പെരീന്ന് മകനും മരുവോളും കുട്ടിയും പാടെ ലോഡ്ജിക്ക് താമസം മാറ്റി. ബാപ്പിമ്മി ഒറ്റക്ക്. അപ്പൊ മഹല്ലിൽ പ്രശ്നമായി. അപ്പൊ മഹല്ല് കമ്മിറ്റി പറഞ്ഞു, ഉസ്താദ് നിങ്ങളൊന്ന് സംസാരിക്കോ, നോക്കാൻ ഇട്ട് പോയിക്കടാ, ബാപ്പിമ്മി അവിടെ ഒറ്റക്ക് ഒരു കഷ്ടപ്പെടാണ്, അപ്പുറത്ത് ലോഡ്ജ് പാർക്കാണ്, നിങ്ങൾക്ക് എന്താ? അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു, എന്താടാ ആകെ ബാപ്പിമ്മി ഉണ്ടാക്കിയതൊക്കെ അനക്കും വേണ്ടിയല്ലേ, ഈ മാത്രമല്ലേ ഉള്ളൂ, ഇത് ഇട്ട് പോന്നാല് ആ ബാപ്പിമ്മി എന്താ ആവുക? പറഞ്ഞ മറുപടി എന്താ? നിങ്ങള് ബാപ്പാക്ക് രാത്രി ഉറക്കില്ല, ശ്വാസം മുട്ടല. ബാപ്പാക്ക് ഉറക്കില്ല. ബാപ്പ നേരമ്പൾക്കോളം കുറച്ചിരിക്കണേ. ഇപ്പുറത്തെ മുറിയിലിന്റെ കുട്ടിക്ക് ഉറങ്ങാൻ കഴിയണില്ല. അത് സ്കൂളിൽ വലിയ പ്രശ്നമായപ്പോ ഓള് സ്കൂളിൽ പോയിട്ട് ഉറങ്ങാണ്. ടീച്ചർമാരൊക്കെ പരാതി പറഞ്ഞ് ഓക്ക് പഠിക്കാൻ കഴിയണില്ല. അതുകൊണ്ട് ഞാൻ ഓളങ്ങട്ട് മാറ്റിയതാണെന്ന് ഒരു ഉളുപ്പില്ലാത്ത മറുപടി. പൊന്നാര കൂട്ടരെ, നമ്മളൊക്കെ പനിച്ച് ചുമച്ച് കുട്ടിയായി കിടന്നപ്പോ നമുക്ക് വേണ്ടി ഉറങ്ങാതെ നമ്മുടെ ബാപ്പയും ഉമ്മയും എത്ര രാത്രികൾ അവരുടെ വീടുകളിൽ ഉറങ്ങാതെ കാത്തിരുന്നിട്ടുണ്ട് എന്ന് നമ്മൾ എപ്പോഴാ
എപ്പോഴെങ്കിലും ഒരു കണക്ക് നോക്കിക്കണോ? എന്നിട്ട് ബാപ്പ കൊരക്കണ ഒച്ചോണ്ട് കുട്ടിക്ക് ഉറങ്ങാൻ കഴിയുള്ള ഓളെ പഠിപ്പ് നാശാകാണ്, അതുകൊണ്ട് ഓൻ വീട് മാറി അത്രേ. എന്താലേ പറയുമ്പോ നമുക്ക് തോന്നും അങ്ങനത്തെ ആൾക്കാരെ കണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോ എന്ത് നിലപാടാണ് നമ്മൾ എടുക്കുക എന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കണം. അപ്പോഴേ മാതാപിതാക്കളൊരു പ്രശ്നം തന്നെ കേട്ടോ, പ്രശ്നം തന്നെയാണെന്ന് പറഞ്ഞാലേ അത് നമുക്കൊരു മഹാഭാഗ്യ ഉപയോഗിച്ചാല്, അല്ലെങ്കിലോ അത് ഏറ്റവും വലിയ ദുരന്ത. നമ്മളിൽ പല ആൾക്കാർക്കും ബാപ്പാനിമാനെയൊക്കെ നോക്കണുണ്ട്, പക്ഷെ പലരും കുടുങ്ങിയിട്ടാ നോക്കണേ. ഒരാൾ എന്നോട് പറഞ്ഞ, ഉസ്താദേ അടുത്ത ആഴ്ചത്തെ ഖുതുബയിൽ മാതാപിതാക്കളെ നോക്കിയാലുള്ള പുണ്യത്തെക്കുറിച്ച് പറയണം കേട്ടോ. ഞാൻ ചോദിച്ചു എന്തേപ്പ അങ്ങനെ? ഉസ്താദ് എന്റെ അമ്മക്ക് 4 മക്കളുണ്ട്, ഞങ്ങൾ 4 ആളും ഇവിടെ പാർക്കണേ, 3 ആളും ബാപ്പാനിമ്മാനും തിരിഞ്ഞു നോക്കില്ല, ഞാൻ മാത്രം ബാപ്പാനിമ്മാനും നോക്കണേ, ഓർക്കൊന്ന് കൊണ്ടേ നോക്കിക്കൂടെ? അതുകൊണ്ട് ബാപ്പാനിമ്മാനും നോക്കിയുള്ള പുണ്യത്തെ കുറിച്ച് പറയണം കേട്ടോ. എനിക്ക് ചെറിയൊന്ന് ബാപ്പാനിമ്മാനും നോക്കിയ കൂലി കിട്ടുന്ന ഈ സാധുവിന് വിശ്വാസം ഉണ്ടെങ്കിൽ ഓൻ വിട്ടുകൊടുക്കുവോ? എന്റെ ബാപ്പാനിമ്മാനും ഏട്ടന്മാര് വന്നാ ചോദിച്ചാൽ പോലും ഒരു ഇവിടെ നോട്ടെ ജടക്കിടക്ക് കണ്ടുപോയിക്കോളുണ്ടെന്ന് പറയല്ലാതെ കൂലി കിട്ടുന്ന തറവാട്ടിലൊരു 10 ലിറ്റർ കറക്കണ പശു നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആരേലും കൊടുക്കുവോ ബാക്കിയുള്ളവർക്ക്? അല്ലേ? ഈ ബാപ്പാനിമ്മാനും നോക്കിയാലേ എനിക്ക് കൂലുണ്ട് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ വാപ്പാനും ഇമ്മാനും നമ്മൾ കൈവിടൂലല്ലോ. ചില്ലറ കൂടിയല്ലേ? അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. ഉമ്മയും ബാപ്പയും നമ്മളോട് മനസ്സിൽ വെറുപ്പോടെ, നൈരാശ്യത്തോടെ, സങ്കടത്തോടു കൂടിയാണ് അവർ കണ്ണടച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കുടുങ്ങും. എങ്ങനെ? എന്റെ മകനെ തിരിഞ്ഞു നോക്കിയില്ല, എന്റെ മകൻ വന്നോക്കിയില്ല, ഓനൊന്ന് വന്നില്ലല്ലോ, ഞാൻ ഓനെ എത്ര വട്ടം വിളിച്ച് ഒന്ന് വന്നോക്കിയില്ലല്ലോ. അങ്ങനത്തെ സങ്കടത്തിലൊക്കെ നമ്മുടെ വാപ്പിയമ്മയും കണ്ണടച്ചിക്കണമെങ്കിൽ ലേശം പ്രയാസയിക്കാറട്ടോ നാളെ റബ്ബിന്റെ അടുത്ത് രക്ഷപ്പെടാൻ. അതുകൊണ്ട് മാതാപിതാക്കൾ നമുക്ക് പുണ്യമാവണം, ശല്യമാവരുത്. നമുക്ക് പലപ്പോഴും മാതാപിതാക്കൾ ശല്യമാവുക. നമ്മുടെ കൂടെ എത്താൻ ഒരു പെരിയിലുണ്ടെങ്കിലേ നമുക്കൊരു വഴിക്ക് പോകാൻ പറ്റൂല, എപ്പോഴും അവിടെ അങ്ങനെ ഇരിക്കേണ്ടി വരും. എന്തല്ലേ പണ്ട് നമ്മൾ കുട്ടിയായിരുന്നു വാപ്പിയമ്മയ്ക്ക് എങ്ങോട്ടോ പോണം വിചാരിച്ചിനി, പക്ഷെ നമ്മളില്ലതുകൊണ്ട് പോകാതെ ഓൻ സ്കൂളുണ്ട് പോകാൻ പറ്റൂല അറിഞ്ഞ് നമ്മുടെ അമ്മയ്ക്ക് എത്ര കാലം കാത്തിരുന്നില്ലേ? എന്തേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാത്ത? എന്തുമാത്രം വേദനിച്ച് അവരൊക്കെ, എന്തുമാത്രം അവർ കഷ്ടപ്പെട്ട്. നമുക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, പണ്ട് നമ്മൾ ചെറിയ കുട്ടിയായിരുന്നു വിശന്നിട്ട് നമ്മൾ ഓടി വന്ന് ഉമ്മാന്റെ മുമ്പ് കരഞ്ഞപ്പോ ഉമ്മ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഉമ്മ പറയും, അനുജൻ അമ്മ പണിക്ക് പോകെ കൊയ്യാൻ നെല്ല് കൊയ്യാനൊക്കെ പോകുമ്പോഴേ അനുജന് ചെറിയ കുട്ടിയാ, ഓൻ വിശക്കുമ്പോ പാടത്തേക്ക് കൊണ്ടുവരേണ്ടി പറയും. അങ്ങനെ പാടത്തേക്ക് വിശക്കുമ്പോ കൊണ്ടുപോകുമ്പോ ഉമ്മ ആ ചെളി നിറഞ്ഞ ഉമ്മ കേറി വന്ന് പാടവരമ്പത്തിരുന്ന് കുപ്പായം ഉയർത്തി കുട്ടിയുടെ വായിലേക്ക് മുലക്കണ്ണ് വെച്ചു കൊടുക്കുകയെ. പക്ഷേ നേരം വെളുത്തിട്ട് പച്ചവെള്ളം കുടിച്ചിട്ടില്ലാത്ത ഉമ്മാന്റെ മുലയിലെവിടെ പാല്? പക്ഷെ കുടിക്കണ നമ്മക്കത് അറിയണ്ടല്ലോ. പാല് കിട്ടാതെ വരുമ്പോ മുളച്ചു വരുന്ന അരിപ്പല്ല് കൊണ്ട് ഉമ്മാന്റെ മുലക്കണ്ണില് കടിച്ചു വലിച്ചിട്ടുണ്ട് നമ്മള്. മുല്ലപ്പൂ മൊട്ട് പോലത്തെ പാൽത്തുള്ളികൾക്ക് പകരം ഉമ്മയുടെ മുലക്കണ്ണിൽ ചോരത്തുള്ളികൾ തെളിഞ്ഞപ്പോൾ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, ഉമ്മ ഒന്ന് നെട്ടിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഉമ്മ നമ്മളെ ശകാരിച്ചിട്ടില്ല, ഉമ്മ നമ്മളെ മർദ്ദിച്ചിട്ടില്ല, ഉമ്മ നമ്മളെ അടിച്ചിട്ടില്ല, മടിയിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് എറിഞ്ഞിട്ടില്ല. നമ്മുടെ കാലും അങ്ങനെ തട്ടിയിട്ട് ഉമ്മ പറഞ്ഞ്, മോനെ കടിക്കല്ലടാ, ഉമ്മക്ക് വേദന ഉണ്ട്. മറക്കാൻ പറ്റുമോ നമുക്കതൊക്കെ? ആ ഉമ്മാന്റെ മുഖം മനസ്സിൽ നിന്ന് മറന്നു കളഞ്ഞിട്ട് ദുന്യാവില് ഏത് സുഖത്തിന്റെ കൂടെയാണ് കൂട്ടരെ നമുക്ക് പോകാൻ പറ്റുക? അതുകൊണ്ടാ അള്ളാന്റെ ഹബീബ് പറഞ്ഞ്, റഹിമ അംഫുൻ, വയസ്സായ ബാപ്പാനിമ്മാനും കിട്ടിയിട്ട് ഓല ശ്രദ്ധിക്കാതെ പോയവൻ നശിച്ചു പോട്ടെ എന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രസ്താവന വെറുതല്ല, അതിന് കാതലുമായിട്ട് ബന്ധമുണ്ട്. നോക്കി പ്രവാചകൻ ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോഴേ അതിന്റെ വേരുകളിലൂടെ അങ്ങനെ പോകുമ്പോൾ അത് ഓരോന്നോരോന്നോ വിഷയമായിട്ടാ പോവുക, ഒന്ന് മാത്രം ഒതുക്കാൻ പറ്റൂല. ഞാൻ അവസാനിപ്പിക്കാം, ഒരു 10 മിനിറ്റ് കൂടെ. അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയാം. മാതാപിതാക്കള് അത് വല്ലാത്തൊരു ബാധ്യതയാണ്. നോക്കി, ആ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താ? നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും നിങ്ങൾ എന്താ ചെയ്തു കൊടുക്കണ്ടേ? ബാപ്പാനിമ്മാനെയും മാസ്റ്റർ ഒരിക്കല് മിംസ് കൊണ്ടുപോയി ചെക്കപ്പ് നടത്തണമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. ബാപ്പാനിമ്മാനെ ആഴ്ചയിൽ കൊണ്ടുപോയിട്ട് ഒരു കുഴിവന്തി വാങ്ങി കൊടുക്കേണ്ടി എന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. ബാപ്പാനിമ്മാനെയും കൊണ്ട് കൊല്ലത്തിലൊരിക്കല് ഊട്ടിക്ക് ടൂർ പോയിക്കോളണ്ടി എന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. അല്ലാഹു മാതാപിതാക്കളുമായുള്ള നമ്മുടെ ബന്ധം പറയുന്നിടത്തെ ഒന്നാമതായിട്ട് പറഞ്ഞ എന്താ? എന്റെ മാതാപിതാക്കൾക്ക് ബിരിയാണി കൊടുക്കണമെന്നാ, അവർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്നാ? അല്ല. എന്റെ ഒന്നാമതായി പറഞ്ഞ
വലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങളെ വാപ്പാനോടും ഉമ്മാനോടും നിങ്ങള് ദേഷ്യം പിടിച്ച് സംസാരിക്കരുത് കേട്ടോ. നേരനെ പപ്പനുമനി കൊല്ലരുത് എന്നല്ല, പട്ടിണിക്കിടരുത് എന്നല്ല, വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കരുത് എന്നല്ല, വൃദ്ധസദനത്തിൽ അയക്കരുതെന്നല്ല, ബാപ്പാനോടും ഉമ്മാനോടും നിങ്ങള് വെറുപ്പോടുകൂടി സംസാരിക്കരുത് കേട്ടോന്ന്. എന്തേ ഉഫിൻ എന്ന വാക്കിന് നമ്മൾ പഠിച്ച അർത്ഥം എന്താ? എല്ലാരും പറയും ഉഫിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഛേ. സത്യത്തിൽ ഉഫിൻ എന്ന വാക്കിന് ഡിക്ഷണറി തുറന്നു നോക്കിയാൽ ഛേ എന്നൊരു അർത്ഥമൊന്നുമില്ല. ഉഫിൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ വെറുപ്പ്, നമ്മുടെ അനിഷ്ടം മറ്റൊരാളെ അറിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായ പദത്തിന് പറയുന്ന പേരാ ഉഫിൻ. അതിന് മലയാളത്തിൽ ഛേ എന്ന് പറയും. ഷേ, എന്തിനമ്മങ്ങളെ ചെയ്ത്, എന്തിനാ വാപ്പങ്ങളാണ് പോയത്, ഈ ചോദ്യം ഉണ്ടല്ലോ, അതാണ് വലാ തഖുൽ ലഹുമാ ഉഫിൻ. അങ്ങനത്തെ ഒരു സംസാരം പോലും നിങ്ങളെ വാപ്പാനോടും ഉമ്മാനോടും നിങ്ങൾ പറഞ്ഞുകൂടാ. അതാണ് നിങ്ങളൊക്കെ നോക്കേണ്ടി. നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും നമ്മളെപ്പറ്റി അവരുടെ മനസ്സിൽ എന്താ ഉള്ളത് എന്നറിയല് വളരെ അത്യാവശ്യമായ സംഗതിയാണ്. ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ അതല്ല നമ്മളോട് വെറുപ്പ് ബാക്കിയാക്കിയാണോ നമ്മുടെ മാതാപിതാക്കൾ കണ്ണടക്കണേ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് അറിയണം നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സെന്താണ്. അതറിയാൻ നല്ലൊരു മാർഗമുണ്ട്. എന്താ നിങ്ങൾ എന്റെ വാപ്പാക്ക് ഇപ്പൊ മൂപ്പര് എന്റെ വാപ്പാന്റെ അടുത്ത സുഹൃത്താണെങ്കിലേ ഞാൻ എല്ലാം മൂപ്പരെ പിടിക്കുക, എന്നിട്ട് പറയുങ്ങളേ എന്റെ വാപ്പാനോടൊന്ന് ചോദിക്കോ എന്നെ പറ്റി വാപ്പാന്റെ കാഴ്ചപ്പാട് എന്താണെന്നില്ലേ ഒന്ന് ചോദിച്ചു നോക്കി. അങ്ങനെ എന്റെ വാപ്പാനോട് പോയിട്ട് നിങ്ങളെ മൂത്ത മോണ്ടല്ലോ സാക്കർ എന്തപ്പോ ഓനെപ്പറ്റി എന്തപ്പോ എന്റെ നിലപാട്, എന്തപ്പോ വിരലുണ്ടോ നോക്കലുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കുമ്പോഴാണേ നമ്മളെ വാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ മനസ്സ് ശരിക്കും അറിയാം. അതങ്ങനെയാണ്. നമ്മളെ നാട്ടില് ഒരു വാപ്പാക്ക് 2 മക്കളുണ്ട്. മൂത്ത ആള് പാവാണേ, വാപ്പാനെ നോക്കലും മരുന്നും മുക്കടിയും കുളിപ്പിക്കലും തിരുമ്പലൊക്കെ ഓനാ. ഇളയോണ്ടല്ലോ ആന വളവനാ. മാസത്തിലൊരിക്കൽ ബാപ്പാനെ കാണാൻ വരും. വരുമ്പോ ഒരു ദശമൂലാരിഷ്ടത്തിന്റെ കുപ്പിയും 50 നോട്ടും ബാപ്പാക്കാൻ കൊടുക്കും. എന്നിട്ട് ബാപ്പ എന്താ പറയാറിയോ, വല്യോൻ പൊട്ടനാ, ഓനെ കൊണ്ട് കാര്യമൊന്നുമില്ല, വല്ലോം കിട്ടണമെങ്കിൽ മറ്റോൻ വരണത്. ആന വളവനാണേ. 50 റുപ്യ ദശമൂലാരിഷ്ടം കൊടുത്ത് ബാപ്പാന്റെ മനസ്സും കൊണ്ട് പോയിക്കുക. ബാപ്പാനെ ഫുള്ള് നോക്കണോണ്ടല്ലോ ഓനെ കുറിച്ച് ബാപ്പ പറഞ്ഞു ഓൻ പൊട്ടനാണ്, ഓൻ അറിയില്ല എന്ന് പറഞ്ഞേ. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കടമകൾ നിർവഹിക്കുക. നമ്മളെ ബാപ്പാനോട് ചോദിക്കുക, അല്ല എന്താ അപ്പൊ മക്കളെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു ബാപ്പിയും പറയില്ല എന്റെ മകനെ അടിച്ചു, എന്റെ മകനെ ചവിട്ടി, എന്റെ മകൻ കുത്തി, എന്റെ മകനെ പട്ടിണി കിട്ടു, എന്റെ മകനെ ആശുപത്രി കൊണ്ടുപോയില്ല, ഓൻ എന്നെ വൃദ്ധസദനത്തിലാക്കാൻ ശ്രമിച്ചു എന്ന് ഒരു ബാപ്പിയും പറയില്ല. പിന്നെ എന്താ പറയാ നിങ്ങള്? ഓന്റെ വർത്താനം സഹിക്കാൻ വയ്യ, ഓന്റെ നാവ് സഹിക്കാൻ വയ്യ, ഓന്റെ പെണ്ണുങ്ങളെ വർത്താനം സഹിക്കാൻ വയ്യ, ഓന്റെ കുട്ടികളെ വർത്താനം താങ്ങാൻ വയ്യ. അതുകൊണ്ടാണ് നല്ല വലിയ വീട് ഓൻ കയറ്റിയിട്ടും ഞങ്ങൾ 2 ആളും അവിടുന്ന് ഇറങ്ങിയിട്ട് ഈ പഴയ പെരിയിൽ വന്ന് പാർക്കണത് വേറെ ഒന്നുകൊണ്ടല്ല, ഓലെ വാക്ക്, ഓലെ സംസാരം അത് സഹിക്കാൻ വയ്യ. ഇതന്നെ പ്രശ്നം. നമ്മളെ വാപ്പിമ്മയൊക്കെ ഏറ്റവുമേറെ വേദനിച്ചതേ നമ്മുടെ ചില വാക്കുകൾക്ക് മുമ്പിലാ. നമ്മൾ പറഞ്ഞ ചില മറുപടികള്, നമ്മൾ പറഞ്ഞ ചില വാക്കുകള്, നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങള്, അതിനു മുമ്പിലാണ് നമ്മുടെ ബാപ്പയും ഉമ്മയും കടാര കൊണ്ട് കുത്തേറ്റതുപോലെ പൊളഞ്ഞുപോയത്, കരഞ്ഞുപോയത്. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞ് വലാ തഖുൽ ലഹുമാ ഉഫിൻ, അനിഷ്ടത്തിന്റെ ഒരു വാക്ക് നിന്റെ മാതാപിതാക്കളോട് പറയരുത്. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇതൊക്കെ കേട്ടാലും ഞാൻ എന്റെ വാപ്പാനോടും ഉമ്മാനോടും നല്ല നിലക്കെ സംസാരിക്കൊള്ളൂ എന്ന് മനസ്സിൽ കുറിച്ചു വെച്ചാലും ഉമ്മാന്റെയും ബാപ്പാന്റെയും മുമ്പ് കണ്ട് എത്തുമ്പോണ്ട് നമ്മളെ സ്വഭാവത്തിനൊരു മാറ്റം. ഞാൻ ഈ ടീനേജേഴ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോഴേ നാട്ടിലൊരു ഹൈസെക്കില് ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ ഏറ്റവും മനോഹരമായി സംസാരിക്കൽ ആരോടാണ്? ഒരു കുട്ടി, ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയാണല്ലോ, ഒരു മടിയില്ലാതെ പറഞ്ഞു ഞങ്ങളുടെ ലവറിനോടാണ് പറഞ്ഞു. ഒരു സ്നേഹിക്കുന്ന ആണോ പെണ്ണോ ആവട്ടെ അവരോടാണ് ഏറ്റവും നല്ല ചക്കരവർത്തമാനം പറയല്. പിന്നെ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഏറ്റവും ദേഷ്യപ്പെട്ട് ഏറ്റവും വെറുപ്പുള്ള മുഖത്തോടുകൂടി നിങ്ങൾ ആരോടാ സംസാരിക്കലേ? ആ കുട്ടി ചാടി എണീറ്റ് പറഞ്ഞേ എന്റെ ഉമ്മാനോട് സംസാരിക്കണത്ര റഫായിട്ട്, ഉമ്മാനോട് സംസാരിച്ചത്ര പരുഷായിട്ട്, ഉമ്മാനോട് സംസാരിച്ചത്ര കഠിനമായിട്ട് വേറെ ആരോടെങ്കിലും ഈ ലോകത്ത് നമ്മൾ സംസാരിച്ചിക്കണോ? എന്താ നിങ്ങള് ഇങ്ങോട്ട് കിട്ടും ചിലപ്പോ. ഉമ്മ ആയതുകൊണ്ടേ ഉമ്മ പാവം തിരിഞ്ഞു പോകുള്ളൂ. അതുകൊണ്ട് ഉമ്മാനോട് എന്തും പറയാം.
ഉമ്മാനോടൊക്കെ സംസാരിച്ച ചില സംസാരങ്ങൾ. ഉമ്മൊക്കെ ചോദിച്ച മോനെ ഇപ്പൊ എന്തിനാ പോണത്, ഈ മഴയത്ത് പോയാൽ ജലദോഷം പിടിക്കൂലേ? എന്താ അതിനൊക്കെ നമ്മൾ കൊടുക്കണം മറുപടി അറിയങ്ങള് അല്ലേ? ഭയങ്കര അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടീനോട് ചോദിക്കണേ, മോനെ വാപ്പ പോവട്ടോ, വാപ്പ വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ വൈകുന്നേരം? കുട്ടി ചോക്ലേറ്റിന്റെ പേര് പറഞ്ഞു, അത് കൊണ്ടുവരണം. എത്രണ്ണം വേണ്ടേ? 2 എണ്ണം. ഓന് 2 വരെ എണ്ണാൻ അറിയുള്ളൂ, അതുകൊണ്ട് കഴിച്ചിലായി. ആ ബാപ്പ വരുമ്പോ 2 ചോക്ലേറ്റ് കൊണ്ടുവരട്ടോ, മോൻ ബാപ്പാക്കൊരു ഉമ്മാട്ടിക്ക. കുട്ടി ഓടി വന്ന് നമ്മുടെ മുഖത്തൊരു ഉമ്മ തന്നപ്പോ എന്തൊരു സന്തോഷം അറിയങ്ങള്. ആ സന്തോഷത്തോടെ കാറിലേക്കാണ് കയറുമ്പോൾ ബേക്കുന്നൊരു വിളി, എടാ. ആ ഒച്ച കേക്കണേന് ദേശീയ ഉമ്മേണ്. എന്തേലും വണ്ടി ബലി ഉണ്ടാവും. തിരിഞ്ഞു നോക്കിയപ്പോണ്ട് വാതിൽ പൊളിയുടെ പിന്നിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുക അമ്മ. ഉമ്മാർക്കൊക്കെ ഇപ്പം നമ്മളോട് സംസാരിക്കാൻ പേടിയാണേ. എന്തേ ആ എന്തേന്റെ ഒരു കനത്തിലിറങ്ങൾ എന്തേ. പാവമ്മ വിക്കിയ വാക്കുകളിൽ പറഞ്ഞു ഒപ്പിക്കുകയാണ്. പിന്നെ ഉമ്മാന്റെ ആ വേദനക്ക് കഴിച്ചിരുന്ന ഗുളിക കഴിഞ്ഞിട്ട് 4 ദിവസമായി. ഇനി അത് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ വേദന പിന്നെയും വരുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി വൈകുന്നേരം വരുമ്പോ 10 ഉറുപ്പ്യക്ക് ആ ഗുളിക വാങ്ങി വരണം കേട്ടോ. നമ്മുടെ കുട്ടി വാങ്ങാനേൽപ്പിച്ച ചോക്ലേറ്റിന്റെ 4-1 വില, ഉമ്മാന്റെ ഗുളികക്ക് 10 ഉറുപ്പ്യ. പക്ഷെ നമുക്ക് സഹിച്ചില്ല. തിരിഞ്ഞു നിന്നിട്ട് 2 ഒച്ച. എന്തിനാ ഞങ്ങൾക്ക് മരുന്ന്? പറഞ്ഞാൽ കേൾക്കൂല, ഒരു ഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കൂല, മനുഷ്യന്റെ പൈസ കളയാൻ വേണ്ടി ഒരു സാധനം. എന്തൊക്കെയാ പറഞ്ഞേ. പാവമ്മ കൺകോണുകളിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർത്തുള്ളികൾ മറ്റാരും കാണാതിരിക്കാൻ, ചുണ്ടോളം വന്ന വിതുമ്പലുകൾ മറ്റൊരാൾ അറിയാതിരിക്കാൻ, തലയിലെ പുള്ളിത്തട്ടത്തിന്റെ തല കടിച്ചുപിടിച്ച് ചുമരുമ്മ പറ്റിപ്പിടിച്ച് വേദനിക്കുന്ന കാലമർത്തിച്ച വിട്ടി നമ്മുടെ ഉമ്മ തിരിച്ചു നടന്നത് ഇന്നൊന്നിലേക്കല്ലേ അല്ലേ? വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ. എന്റെ ഒരു അനുഭവം ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. നിങ്ങൾ കേട്ടത് ഇക്കാരം, കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോളി ഒന്നും കൂടി അങ്ങോട്ട് കേട്ടളി, നഷ്ടാവൂല. ഞാൻ എന്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ആ സുഹൃത്തിന്റെ ഫോണ് ഉള്ളുന്ന് ഇങ്ങനെ ബെല്ലടിച്ചേ. അപ്പൊ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നോക്കി എന്റെ ഫോൺ അടിക്കുന്നുണ്ട്, ഉമ്മ ഫോൺ എടുക്കുന്നതിന് മുമ്പ് ഞാൻ പോയിട്ട് ആ ഫോൺ എടുക്കട്ടെ. എനിക്ക് അയാളോട് ദേഷ്യം വന്ന്, അയാൾ ഉമ്മ ഫോൺ എടുത്താൽ എന്താ പറ്റുക? ഭാര്യ എടുത്താൽ ചിലപ്പോ ചില ഫോൺ കോൾ പ്രശ്നമാവും, ഉമ്മ എടുത്താൽ എന്താ പറ്റുക? പക്ഷേ അയാള് വീടിന്റെ വരാന്തയിലേക്ക് ഓടി കയറും മുമ്പ് അയാൾ പേടിച്ചതുപോലെ അയാളെ ഉമ്മണ്ട് ഫോണുമായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാൾ എന്തിനാണ് ഉമ്മാനെ പേടിച്ച്. ഉമ്മാക്ക് പാർക്കിൻസൺസിന്റെ അസുഖം, ഉമ്മ ഇങ്ങനെ വിറച്ച് വരുന്നേ. ഉമ്മാന്റെ കയ്യിൽ കടന്ന വലിയ ഫോൺ ഇങ്ങനെ വിറക്കണേ. എനിക്ക് എന്നെ പേടി തോന്നി. പേടിച്ചതുപോലെ ആ ഫോൺ കിടക്കണം നിലത്താണ് വീണ്. അന്തം വിട്ടൊരു കുട്ടിയെ പോലെ ഉമ്മ ഇങ്ങനെ നിഷ്കളങ്കയായ കുട്ടിയെപ്പോലെ നിൽക്കുക അമ്മ. ഈ മകൻ കുനിഞ്ഞ് നിലത്ത് വീണ ഫോൺ ഇങ്ങനെ എടുത്തു നോക്കിയപ്പോഴേ 8 കാലി വല കെട്ടിയതുപോലെ ഫോണിന്റെ സ്ക്രീന് മൊത്തം പൊട്ടിയിട്ടുണ്ട്. ഉമ്മ അന്തം വിട്ടിക്കുക. ഈ മകൻ ആ ഉമ്മയെ ചേർത്ത് പിടിച്ചിട്ടേ ഉമ്മാന്റെ കവിളത്തൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ എന്റെ ഫോണ് പഴയ ഫോണ്, ഇത് മാറ്റായിട്ട് എല്ലാവരും എന്നെ കളിയൊക്കേനി, ഉമ്മ അത് പൊട്ടിച്ചെന്നല്ലോ, എനിക്കിഞ്ഞ് നാളെ പുതിയ ഫോൺ വാങ്ങാലോ എന്ന് പറഞ്ഞ് ഉമ്മാനെ ചേർത്ത് പിടിച്ച അയാള് ഉമ്മാനെ വീടിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടേ തിരിച്ച് എന്റെ അടുത്ത് വന്ന് പറയണേ, 65,000 ഉറുപ്പിക ശാക്കര വില ഒരു മാസമായിട്ടുള്ളൂ വാങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതല്ലല്ലോ പറഞ്ഞേ, നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞേ പഴയ ഫോൺ എന്നല്ലേ. അപ്പൊ ആ സുഹൃത്ത് പറയണേ, ഉമ്മ നിങ്ങൾ എന്തിനാണ് എന്റെ പുതിയ ഫോൺ പൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ, ശാക്കറെ ഞാനിപ്പൊ അങ്ങാടിക്ക് വിളിച്ചു പറഞ്ഞാലേ 65,000 ഒരു ഫോൺ 5 മിനിറ്റ് കൊണ്ട് എന്റെ വീട്ടിലെത്തും, എനിക്കതിന് സാമ്പത്തികമായി കഴിവുണ്ട്. പക്ഷേ ഉമ്മ നിങ്ങൾ എന്തിനാ എന്റെ ഫോൺ പൊട്ടിച്ചതെന്ന് ഞാനൊന്ന് കർശനമായി ചോദിച്ചാലേ അതിന്റെ ഉമ്മാന്റെ മനസ്സിലുണ്ടാക്കുന്ന വേദന അത് മാറ്റാൻ 65 ലക്ഷം കൊണ്ട് സാധിക്കോ ശാക്കറെ? എന്തിനാ നമ്മൾ വേദനിപ്പിക്കുന്നത്? ഞാൻ ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഒരുപാട് ചെറുതായി പോയി. നന്മയുടെ അവസാനിക്കാത്ത നന്മയുടെ ചില കിരണങ്ങൾ ഈ ലോകത്ത് ബാക്കിയുണ്ട് എന്ന് ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, നിങ്ങളുടെ മാതാപിതാക്കളോട് ആർദ്രമായ നന്മയുടെ നല്ല വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാവൂ. നല്ല വർത്താനം.
എന്തായിക്കോട്ടെ, ഉമ്മയും ബാപ്പയും വയസ്സായ ഉമ്മാനെയും ബാപ്പാനെയും നോക്കലേ ചില്ലറ പണിയൊന്നല്ല, നല്ല പണിയാ. നമ്മൾ വിചാരിച്ചതിന്റെ എതിരെ പോലെ വിചാരിക്കുക. നമ്മൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിന് എതിര് പറയാം. ആയിക്കോട്ടെ, നമുക്ക് സ്വർഗം തരാ, ബദറിലും മുഹദിലും പങ്കെടുത്ത് നടക്കാനുള്ള കൂലി ഈ ബാപ്പാനെയും ഉമ്മാനെയും നോക്കിയാൽ തരാന്ന് പറഞ്ഞ വെറുതെ അല്ല, നല്ല പണിയാ. എന്റെ ഒരു സുഹൃത്തെ പാവയിനി മണല് പണിക്കാരനാ, ഓന് ബാപ്പല്ല, ബാപ്പെന്നോ മരിച്ചു വയ്ക്കണ്, ഉമ്മ മാത്രം പണ നോക്കി വളർത്തിയതേ. അങ്ങനെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച പണിക്കൊന്നും പോയില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞോ വീണ്ടും മണൽ കോരാൻ പോകൽ തുടങ്ങി. രാത്രി 2 മണിക്കൊക്കെ വരിക. ഒരു ദിവസം രാവിലെ എന്റെ വീട്ടിക്ക് ശർക്കര വേമ്പ എന്തേ? ഞാൻ വിചാരിച്ചു എന്തേ നോക്കിയാ എന്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഉമ്മ വിളിച്ചിട്ട് വരുന്നില്ല, ഇയൊന്ന് വാ. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം കേട്ടോളിട്ടോ. ഇപ്പം സാധാരണ പെണ്ണ് കെട്ടുന്നതിന് മുമ്പേ 2 മണിക്ക് മണല് കോരി തണുത്ത് വിറച്ച് വരുന്നവരെ ഈ ഉമ്മ ലൈറ്റ് ഓഫ് ആക്കാതെ ഉറങ്ങാതെ കിടക്കും. വന്ന് വാതിൽമ കൊട്ടുമ്പോ ഉമ്മ എണീറ്റ് ഓന്റെ തല തോർത്തി കൊടുത്ത് ഓന് ചോറ് വിളമ്പിക്കൊടുത്ത് ഉമ്മ അവിടെ ഇരിക്കും. മകൻ ചോറ് തിന്നിട്ട് ഓൻ പോയി കടന്നിട്ട് ഉമ്മ പാത്രങ്ങൾ കഴുകി അടുക്കളയിൽ വെച്ചിട്ട് തിരിച്ച് മകന്റെ മുറിയിൽ വന്ന് അവനെ പുതപ്പ് കൊണ്ട് പുതച്ചു കൊടുത്തിട്ട് ഉമ്മ ലൈറ്റ് ഓഫ് ആക്കി പോയി കിടക്കും. ഇതാ എന്നത്തെ പരിപാടി. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം 2ാമത് പണിക്ക് പോയി തുടങ്ങി. ഓൻ വീട്ടിൽ വന്നപ്പോ ആദ്യത്തെ ദിവസം കൺഫ്യൂഷൻ. എന്താ കൺഫ്യൂഷൻ? ഉമ്മാനെ വിളിക്കണോ പെണ്ണുങ്ങളെ വിളിക്കണോ? രണ്ടാളുണ്ടല്ലോ പെരയില്. അപ്പൊ ഓൻ തോന്നി ഉമ്മ പാവം അത്രയും കാലം എനിക്കും വേണ്ടി ഉറക്കൊഴിച്ചല്ലേ, ഉമ്മ ഉറങ്ങിക്കോട്ടെ. ഓ മെല്ലെ പോയിട്ട് പെണ്ണുങ്ങൾ കിടക്കുന്ന റൂമിന്റെ ജനലൊക്കെ കൂട്ടി. അവൾ എണീറ്റ് വന്ന് ലൈറ്റ് ഇട്ട് ചോറ് വിളമ്പിക്കൊടുത്ത് ഓല് ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് കിടന്ന് ഈ ഉമ്മണ്ടല്ലോ ഉറങ്ങാതെ കിടക്കേനി. മകൻ വരുമ്പോ എണീറ്റ് വാതിൽ തുറന്ന് ചോറ് വിളമ്പിക്കൊടുത്ത് അവനെ പുതപ്പിച്ച് കിടത്താൻ ഉറങ്ങാതെ കിടക്കുന്ന ഉമ്മ പെട്ടെന്ന് മനസ്സിലാക്കി എന്റെ മകൻ ഇന്നെ വേണ്ടാതെ ഇരിക്കണ്, ഓന് വേറെ ആളെ കിട്ടിയിക്കണ്. രാവിലെ നിസ്കാര കുപ്പായം 2 കൂട്ടം കുണി കുപ്പായം പ്ലാസ്റ്റിക്കിന്റെ കവറിലിട്ട് ഉമ്മ പോയി. ഞാൻ പിന്നാലെ ചെന്ന് ഉമ്മ ഇങ്ങളെങ്ങോട്ടാ പോണേ? ഉമ്മ പറഞ്ഞു ഇനി ഞാനെന്തിനാ, ഓനാളായില്ലേ, ഓന് ഞാൻ വേണ്ടല്ലോ, ഞാനും ഓളും ജീവിച്ചോട്ടെ, ഞാൻ എങ്ങട്ടേലും പോയിക്കോളാം. ആ മകനെ കുറ്റപ്പെടുത്താൻ പറ്റും? അങ്ങനെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളോട് ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ, നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത, നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടാവും. കാരണം അവർ വൃദ്ധന്മാരാണ്. തലച്ചോറിന്റെ ശേഷി ചുരുങ്ങി പലതും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ചില ആൾക്കാർ പറയും എന്റെ ഇടങ്ങേറിന്റെ അമ്മാക്കാട് മനസ്സിലാക്കിക്കൂടെ? മനസ്സിലാവൂല. ഒരു വയസ്സായിക്കണേ, ഓലെ തലച്ചോറ് ചുരുങ്ങി വരിക, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. എന്റെ ഉമ്മാക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്റെ ബാപ്പാക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത് നമ്മളെ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി നമ്മൾ അവർക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നത്. വേണ്ടാത്ത ഒരു വാക്ക് ആ മാതാപിതാക്കള്, നമ്മൾ അവരെ വിഷമിപ്പിക്കുന്ന നമ്മൾ കാരണത്താൽ ഒരു തുള്ളി കണ്ണീര് ഭൂമിയിൽ വീഴരുത് അവരുടേത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്താ നിങ്ങള് മാതാപിതാക്കളെ എടങ്ങേറാക്കിയ വേദനിപ്പിച്ച മക്കൾക്ക് ഈ ലോകത്ത് അവരുടെ മക്കളിൽ നിന്ന് അതനുഭവിച്ചിട്ടേ ഓൾക്ക് മരിച്ചു പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അത് ഈ ലോകത്തിന്റെ ഒരു ചരിത്ര ഒരു കഥ. നിങ്ങൾ വായിച്ചില്ല കഥ? ഒരു വാപ്പ ഒരു വീട്ടില് വല്യച്ഛനും വല്യച്ഛന്റെ മകനും ആ മകന്റെ മകനും അങ്ങനെ 3 തലമുറ ജീവിക്കുന്ന വീടാ. അതിൽ വല്യച്ഛൻ മരിച്ചപ്പോ വല്യച്ഛൻ ഉപയോഗിച്ചിരുന്ന പഴയ സാധനമൊക്കെ പാടെ വേസ്റ്റ് അച്ഛൻ കൊണ്ടുപോയി പറമ്പിൽ കൊണ്ടുപോയിട്ട്, പിന്നെ വൈകുന്നേരം അച്ഛൻ വന്നപ്പോ കണ്ട കാഴ്ച എന്നറിയോ? മകനുണ്ട് ഈ വലിച്ചെറിഞ്ഞ വേസ്റ്റിൽ എന്തോ കാര്യമായിട്ട് തെരയണ്. അപ്പൊ അച്ഛൻ വന്ന് മകന്റെ അടുത്തിരുന്ന് ചോദിച്ചത്രേ, നീ എന്താ മോനെ തെരയണേ? അപ്പൊ മോൻ പറഞ്ഞു, നമ്മളെ വല്യച്ഛന് കഞ്ഞി കൊടുത്തിരുന്ന ഒരു നെളുങ്ങിയ അലുമിനിയ പാത്രല്ലേ, അത് വലിച്ചെറിഞ്ഞിക്കണ്, ഞാൻ അതൊന്ന് തെരഞ്ഞു നോക്കിയതാ. അപ്പൊ അച്ഛൻ ചോദിച്ചു മോനോട്, മോന് വല്യച്ഛനോട് അത്ര ഇഷ്ടായിരുന്നോ വല്യച്ഛന്റെ പാത്രമൊക്കെ എടുത്ത് സൂക്ഷിക്കാൻ? മോൻ പറഞ്ഞു, വല്യച്ഛനോട് ഇഷ്ടായിട്ടൊന്നല്ല, വല്യച്ഛന് അച്ഛൻ കഞ്ഞി കൊടുത്തിരുന്നത് ഈ നെളുങ്ങിയ പാത്രത്തിലല്ലേ. ഇനി അച്ഛന് വയസ്സാവുമ്പോ അച്ഛന് കഞ്ഞി തരാൻ ഒരു നെളുങ്ങിയ പാത്രം എനിക്ക് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് അച്ഛന് കഞ്ഞി തരാൻ വേണ്ടി ഈ നെളുങ്ങിയ പാത്രം ഞാൻ പാത്തുവെക്കും എന്ന് പറഞ്ഞ മക്കള്. അതൊരു കഥയാണെങ്കിലും വർത്തമാനകാലത്തിന്റെ അനുഭവങ്ങൾ അങ്ങനെയാ. അതുകൊണ്ട് നമ്മുടെ മക്കള് കാണട്ടെ, നമ്മളെ വാപ്പാനും ഇമ്മാനും നമ്മളെങ്ങനെ നോക്കുന്നുണ്ട് അത് കാണട്ടെ.
അത് കണ്ടിട്ട് നമ്മളെ അവർ ഉപേക്ഷിക്കുകയില്ല എന്ന നല്ല തീരുമാനം നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് കുറച്ചു കഴിഞ്ഞാൽ പറ്റൂല. ഇപ്പോ ഈ ചെറിയ മക്കളുണ്ടല്ലോ, ആ മക്കളെ ചേർത്തിരുത്തിട്ടേ നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പുമായി അവരെ ചേർത്ത് വെക്കണം. ഇല്ലെങ്കിൽ മക്കൾ പോകും. അത് ചേർത്ത് വെക്കണമെങ്കിലേ നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയമിടിപ്പ് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന കാലത്തെ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോ സ്കൂളില് ഒരു ടൂറ് അനൗൺസ് ചെയ്ത്, മൈസൂരിലേക്കാണ് ടൂറ്. 125 ഉറുപ്പ്യാണ് കൊടുക്കണ്ടേ. 2 ദിവസത്തെ മൈസൂർ യാത്ര 125 ഉറുപ്പ്യ. അപ്പൊ ടൂറിന്റെ ഇത് ക്ലാസ്സിൽ വായിച്ചപ്പോഴേ ഞാനേ ശ്രദ്ധിച്ചതല്ല. കാരണം ഒരു ദിവസം 15 ഉറുപ്പ്യ കൂലിക്ക് കൂലിപ്പണിയെടുത്ത് ഞങ്ങൾ 9 മക്കളെ നോക്കാന്റെ മകനായി എനിക്കൊന്നും ജീവിതത്തിൽ ടൂറൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ടൂറ് കേട്ടതേ അല്ല. ഇടക്കിടക്ക് അധ്യാപകർ കുട്ടികളെ കൂട്ടാൻ വേണ്ടി മൈസൂരത്തെ ആ ചിത്രങ്ങളൊക്കെ ആയിട്ട് വന്നത് പാലസാണ്, ഇത് മറ്റേ ചാമുണ്ടിയാണ്, ഇത് ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പ്രലോഭിപ്പിക്കും. ഞാൻ അയിമക്ക് നോക്കലല്ല. കാരണം ആ ടൂർ എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ എന്നും കുട്ടികളെ കൂട്ടി ടൂറിന്റെ മെജ പറഞ്ഞ് സ്കൂളിൽ ഫുള്ള് ടൂർ തന്നെ. ഞാനത് കേൾക്കല്ല. ഞാനും ഇന്ന പോലത്തെ സാധുക്കളൊക്കെ വേഗം ഇറങ്ങിപ്പോരല്ല. ഒരു ദിവസം പറഞ്ഞ് നാളെയാണ് ടൂർ പോണേ. അപ്പൊ ഇന്ന് ഉച്ചക്ക് സ്കൂൾ വിടുകയാണ്. അപ്പൊ നമുക്ക് സന്തോഷം, ഉച്ചക്ക് പെരി പോകാലോ. അതിൽ മാഷ് പറഞ്ഞ് ടൂർ പോണ കുട്ടികൾ കുറച്ചേരം ഇവിടെ ഇരിക്കണം, അല്ലാത്തവരൊക്കെ പോയിക്കോളി പറഞ്ഞ്. ഞാനൊക്കെ സന്തോഷത്തോടെ ബുക്ക് എടുത്ത് കണ്ട് പുറത്തേക്ക് ചാടിയപ്പോ മാഷ് ഷാക്കിറോളവാ ഈ പറഞ്ഞേ കേട്ടില്ലേ? എന്ത് കേട്ടില്ലേ? ടൂർ പോണ കുട്ടികള്. ഞാൻ പറഞ്ഞു ഞാൻ ടൂർ പോണില്ലല്ലോ. നീ ടൂർ പോകണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ടൂർ പോകണ്ട, എന്റെ വാപ്പാന്റെ അടുത്ത് പൈസ അല്ല. മാഷ് പറഞ്ഞു ഇന്നലെ അന്തിക്ക് എന്റെ വാപ്പ 125 ഉറുപ്പ്യ കൊണ്ടുവന്നു ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ അന്തം വിട്ട് സ്വപ്നത്തിൽ എന്ന പോലെ ഞാനൊരു ബെഞ്ചിന്റെ തലക്ക പോയിട്ട് അങ്ങനെ ഇരുന്ന് മാഷ് ടൂറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെ എടുക്കണ്ടേ, എപ്പോഴാ പോണ്ടേന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങനെ ഇരുന്ന് പടച്ചോനെ ഇന്റെ മാഷ്ക്ക് പേച്ചതേക്കാരം ഞാനാവൂലെന്ന് ഉറപ്പിച്ച് ഞാനാവൂല, അത് മാഷ്ക്ക് ആള് മാറിയതാന്ന് ഉറപ്പിച്ച് അങ്ങനെ സ്കൂൾ വിട്ട് തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ഞാൻ ആ പള്ളിയില് അസർ നിസ്കരിക്കാൻ വേണ്ടി ഹൗലിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ അന്തം വിട്ട് ഒന്നുകൊടുക്കുമ്പോഴേ എന്റെ വാപ്പ പണിയെടുക്കുന്ന തെങ്ങുംതോട്ടത്തിന്റെ മുതലാളി ഒരു ആചാര്യുണ്ട്. ആ ആചാര് അപ്പത്ത് നിസ്കരിച്ച് ഇന്നെ ഇവിടെ പറഞ്ഞ് ഇത് ടൂറ് പോകണ്ടില്ലേ. എനിക്ക് വിശ്വസിക്കേണ്ടതാ. ഞാൻ മാഷും പറഞ്ഞ ആചാര്യ, ഞാൻ പറഞ്ഞ് അങ്ങനെ മാഷ് പറഞ്ഞു ടൂറ് പോകണമെന്ന് പറഞ്ഞിക്കണ്, പൈസ വാപ്പ കൊടുത്തിക്കണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ആചാര്യ ചോദിച്ചേ എന്റെ വാപ്പ ടൂറ് പോകാൻ എങ്ങനെ പൈസ കൊടുത്താൻ എനിക്കറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല പറഞ്ഞു. ആചാര്യ പറഞ്ഞേ എന്റെ വാപ്പ ഇന്റെ അടുത്തുനിന്ന് 125 ഉറുപ്പ്യ കടം വാങ്ങിക്കണം. ആ 125 ഉറുപ്പ്യ കടം വീട്ടാന് 8 ദിവസം എന്റെ വാപ്പ എന്റെ പറമ്പിൽ കൂലി വാങ്ങാതെ പണിയെടുക്കും. 8 ദിവസത്തെ കൂലി അഡ്വാൻസ് വാങ്ങിക്കണേ എനിക്ക് ടൂർ പോകാൻ. നീ 2 ദിവസം മൈസൂർ പോയി സുഖിക്കാൻ എന്റെ ബാപ്പ 8 ദിവസം കൂലി വാങ്ങാതെ എന്റെ പറമ്പിൽ പണിയെടുക്കുക കേട്ടോ, മറക്കണ്ട. വലിയതാവുമ്പോ ഓർത്തോളുണ്ടെന്ന് പറഞ്ഞ ആചാര്യ. എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് കുറിച്ച് വെച്ചതാ. ഞാൻ വലുതാകുമ്പോ എന്റെ വാപ്പയോട് ഞാൻ അതിന് പ്രത്യുപകാരം ചെയ്യണമെന്നില്ലേ. നമ്മുടെ മക്കള് അവർ തീരുമാനിക്കണം. അത് അവർ തീരുമാനിക്കണമെങ്കിലേ നമ്മുടെ പെരുമാറ്റത്തിൽ അത് കാണണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്, അവരെ കൂടെ ഇരുത്തുന്നത്, അവരുടെ കവിളത്തൊരു ഉമ്മ കൊടുക്കുന്നത്, മുടിയടകളിൽ തലോടുന്നത്, അവർ രോഗിയാകുമ്പോ ഒലിച്ചിറങ്ങുന്ന കൊഴുത്ത ഉമിനീര് സ്വന്തം കൈകൊണ്ട് തുടച്ചു മാറ്റുന്നത്, അവരുടെ മലമൂത്ര വിസർജ്യങ്ങൾ പോകുമ്പോ സ്വന്തം കൈകൊണ്ട് അത് കഴുകി വൃത്തിയാക്കുന്നത് നമ്മുടെ മക്കൾ കാണട്ടെ. അല്ലെങ്കിൽ അറപ്പുള്ള ഒരു ലോകത്ത് നാളെ നമ്മൾ കുഴഞ്ഞു കിടക്കുമ്പോ നമ്മുടെ മക്കൾ വിട്ടുനിൽക്കും. അല്ലേ? പുണ്യം നിറഞ്ഞ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ കുടുംബത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ്. ആ വീടിന്റെ വരാന്തയിൽ സന്തോഷം നിറഞ്ഞ എന്റെ മക്കളെക്കുറിച്ച് സംതൃപ്തമായ മനസ്സോടെ ജീവിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആ വീട് മനോഹരമാണ്. ഇനിയുണ്ട് കാരണങ്ങൾ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇടപാടുകൾ എങ്ങനെയാവണം, മക്കൾ എങ്ങനെയാവണം. നമ്മുടെ സമയം അതിനനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുടുംബത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്താണ് എന്ന് പഠിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ ശരിക്കും മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൽ സ്വഭാവിയല്ലാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂല.
ഏറ്റവും നല്ല സൽസ്വഭാവമുള്ളവൻ സ്വന്തം ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. എന്റെ സഹോദരന്മാരെ, നാട്ടുകാരോടൊക്കെ ചിരിച്ചു കളിച്ച് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി ജീവിച്ചിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യയുടെ മുമ്പിൽ കടുന്നല് കുത്തിയ മുഖവുമായിട്ടാണ് നിങ്ങൾ കയറി ചെല്ലുന്നത് എങ്കിൽ സ്വർഗത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഏറ്റവും നന്നായി പെരുമാറേണ്ടത് നിങ്ങളെ ഭാര്യമാരോടാണ്.